എന്റെ കുഞ്ഞുമക്കളെ, സഹനങ്ങളിൽ തളരാതിരിക്കുവിൻ. കൈകളിൽ ജപമാല മുറുകെ പിടിക്കുവിൻ. ഞാനൊരമ്മയായതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവിൻ. ബത്ലഹേം മുതൽ കാൽവരി വരെ സഹനങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതം. എന്നിട്ടും ഞാൻ ദൈവപുത്രന്റെ മഹത്വം കാണുവാൻ കാത്തിരുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം പുത്രന്റെ അടുത്ത് വരുമ്പോൾ പുത്രൻ നിങ്ങളെ തള്ളിക്കളയില്ല എന്ന് എനിക്കുറപ്പുണ്ട്. മരിയൻ അപ്പരീഷൻസ്. ദിവ്യകാരുണ്യഭക്തിയിൽ മുന്നേറിയ ജനതകളുടെയെല്ലാം ചരിത്രം പഠിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു മരിയൻ ഇടപെടൽ നാം കണ്ടെത്തുന്നു. ലോകമെങ്ങുമുള്ള വിശ്വാസി സമൂഹങ്ങളുടെ തീർത്ഥാടന യാത്രയിലെല്ലാം ഒരു മരിയൻ പ്രത്യക്ഷം രേഖപ്പെടുത്തപ്പെടുന്നു. മറിയം സഹരക്ഷകയും തിരുസഭയുടെ നാഥയുമാകുന്നു എന്നതിനാൽ ഈ സ്വർഗീയ സ്ഥാനം അമ്മ ഭംഗിയായി നിർവഹിക്കുന്നു. പുത്രന്റെ കുരിശുമരണശേഷം നിരാശരായ ശിഷ്യഗണത്തോടൊപ്പവും ഉത്ഥാനശേഷം പരിഭ്രമിച്ച ശിഷ്യരോടൊപ്പവും അവരെ കരുത്തരാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് നമ്മുടെ അമ്മയാകുന്നു. ഇതിന്റെ തുടർച്ചയായി ഇതാ മറിയം ഓരോ വിശ്വാസ സമൂഹങ്ങളിലേക്കും ഇറങ്ങിവരുന്നു. ലോകമെങ്ങും അമ്മ തൻ്റെ മാതൃസ്നേഹം ആവോളം ചൊരിയുന്നു. തൻ്റെ പുത്രന്റെ സ്നേഹം കുടികൊള്ളുന്ന തിരുസഭയെ അമ്മ തൻ്റെ വിമലമായ ഉടയാടയാൽ തഴുകുന്നു. തിരുസഭാ മക്കളെ വ്യക്തിപരമായി അമ്മ ആ സ്നേഹം കൊണ്ട് പൊതിയുന്നു. മാതൃഭക്തിയിൽ വളരുന്ന വ്യക്തികളെ അമ്മ നിരന്തരം അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്നു. ഒരമ്മ തൻ്റെ മക്കളെ പരിപാലിക്കുന്ന പോലെ തന്നെ ആ സ്വർഗീയ അമ്മയും നമുക്കിടയിൽ വ്യാപരിക്കുന്നു. വ്യക്തിപരമായ വിശുദ്ധിയും കൂദാശ ജീവിതവും അമ്മ നമ്മെ ശീലിപ്പിക്കുന്നു. നമ്മുടെ ജീവിത വിശുദ്ധിയെ ഏറ്റവും പരിശുദ്ധമായി അമ്മ കരുതുന്നു. അതുകൊണ്ടുതന്നെ മക്കൾ വിശുദ്ധിയിൽ വളരുക എന്ന അമ്മയുടെ നിലപാടിൽ തെല്ലും മാറ്റമില്ല. കാരണം അമ്മ പരിശുദ്ധയും സ്വർഗത്തിൻ്റെ കന്യകയുമാകുന്നു. അമ്മയുടെ വിമലമായ ഉടയാട വിശുദ്ധിയുടെ തിരുക്കച്ചയാകുന്നു. തൻ്റെ മക്കളെ ആക്രമിക്കുവാൻ പാഞ്ഞെടുക്കുന്ന തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ അമ്മ ഈ കാലഘട്ടത്തിൽ ശക്തമായ കോട്ട പണിയുന്നു. വിശുദ്ധിയുടെ ചൈതന്യം നിറച്ച് നമുക്ക് ചുറ്റും അമ്മ ആ കോട്ട ഒരുക്കിയിരിക്കുന്നു. ജീവിതവിശുദ്ധിയും കൂദാശ ജീവിതവും ഇതിനായി അമ്മ ആവശ്യപ്പെടുന്നു. തിരുസഭയുടെ വിശുദ്ധമായ കൂദാശകളെ അമ്മ അതുകൊണ്ടുതന്നെ ലോകമെങ്ങും ശക്തമായി പ്രഘോഷിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പിത്തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും
ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ആ സംഭാഷണം എൻ്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. മനുഷ്യാത്മാക്കളുടെ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠങ്ങൾ ഏറ്റം നിർമ്മലമായി അമ്മ പരിപാലിക്കുന്നു. സക്രാരികളിലേക്ക് ക്ഷണിക്കുന്ന സ്വരമായി അമ്മ നിരന്തരം തിരുസഭയിൽ ഇടപെടുന്നു. തൻ്റെ പുത്രൻ്റെ തിരുസഭയോട് ചേർക്കുന്ന ഇടപെടലുകൾ മാത്രമേ അമ്മ ലോകത്തിന് നൽകുന്നുള്ളൂ. വിശുദ്ധമായവ വിശുദ്ധമായി ആചരിക്കുവാൻ ഓരോ കൂദാശകളെയും അമ്മ പ്രഘോഷിക്കുന്നു. ഓരോ ആത്മാക്കളും പാപത്തിൽ വീണുപോകുന്നതിൽ ആ സ്വർഗീയ കന്യക കണ്ണീർ തൂകുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷങ്ങളെ ആഴത്തിൽ പഠിക്കുമ്പോൾ നാം ഒരു കാര്യം കണ്ടെത്തുന്നു. ആത്മാക്കളുടെ നിത്യനാശം അമ്മ എത്ര വേദനയോടെ കാണുന്നു എന്ന്. അമ്മയുടെ ഈ ഹൃദയവേദനയാണ് കണ്ണുനീരിൻ്റെ അടയാളമായി ലോകമാകെ രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. നാം വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് മാത്രം പരിഹാരം കാണേണ്ട കണ്ണുനീരാകുന്നു അമ്മയുടേത്. യേശുവിനെ പ്രഘോഷിക്കേണ്ട ജീവിതങ്ങൾ അലസരായി ജീവിക്കുന്നതിൽ അമ്മ ഏറെ വേദനിക്കുന്നു. സുവിശേഷ പ്രഘോഷണം ജീവിതശൈലിയാക്കി മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ സൗഖ്യവും സമാധാനവും ലോകത്തിൽ നൽകുവാൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നാഥയായ അമ്മ തിരുസഭാ മക്കളെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശുദ്ധമായ ജീവിതശൈലി കണ്ടുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയുക എന്ന സുവിശേഷ പ്രഘോഷണം ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് അമ്മ ഓരോ പ്രത്യക്ഷങ്ങളിലും പ്രഘോഷിക്കുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളെ പ്രതി ഹൃദയത്തിൽ വേദന ഏറ്റെടുത്തുകൊണ്ട് തിരുസഭയുടെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും യേശുവിൻ്റെ സമാധാനം ലോകം മുഴുവൻ പങ്കുവെച്ചു നൽകുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. മാനസാന്തരം എന്ന വലിയ മുന്നറിയിപ്പാണ് അമ്മയുടെ ഓരോ ഇടപെടലിലും നിഴലിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെ തിന്മയുടെ പിടിയിൽ നിന്നും യേശുനാമത്തിൽ വിമോചിപ്പിക്കുവാൻ നാം ഏറ്റം കർമ്മനിരതരാവേണ്ടതുണ്ട് എന്ന് അമ്മ പ്രഘോഷിക്കുന്നു. ലോകമാകെ തിന്മയുടെ നിഴലാട്ടങ്ങൾ ഏറെ പെരുകി വരുന്നു. നിതാന്ത ജാഗ്രതയോടെ വ്യാപരിച്ചാൽ മാത്രമേ ജീവിതവിശുദ്ധി ആർജിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതവും ഹൃദയത്തിലുള്ള വചനധ്യാനവും വഴി മാത്രമേ തിന്മയ്ക്കെതിരെ പ്രതിരോധിക്കുവാനുള്ള സ്വർഗീയ ശക്തി നമ്മിൽ നിറയുകയുള്ളൂ എന്നതുകൊണ്ട് കൂദാശ ജീവിതത്തെ സ്വർഗം ഏറ്റവും മഹത്തരമായി ക്രമീകരിക്കുന്നു. കൂദാശ ജീവിതത്തിൽ വ്യാപരിക്കുന്ന വ്യക്തികൾ അതിനാൽ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുമെന്ന് സ്വർഗം പ്രത്യാശിക്കുന്നു. മറിയത്തെ അമ്മയായി നമുക്ക് നൽകുക വഴി പുത്രൻ ഈ വലിയ സ്വർഗീയ പദ്ധതിയെയാണ് തിരുസഭയ്ക്ക് നൽകുന്നത്. അമ്മ വിശുദ്ധിയോടെ പരിപാലിക്കുന്ന മക്കൾ സ്വർഗത്തിൻ്റെ നിത്യരക്ഷ നേടുമെന്ന് സ്വർഗം പ്രത്യാശിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ച ഒരു മരിയൻ ഇടപെടലാണ് ഇംഗ്ലണ്ടിലെ വാൽസിഗാമിൽ അമ്മ നൽകിയത്. 1061 മാനർ എന്ന ദേശത്തിൻ്റെ പ്രഭ്യയായിരുന്ന
റിച്ചർഡ് ഫാവറച്ചസിന് അമ്മ വളരെ പ്രത്യേകതയാർന്ന ഒരു ഇടപെടലാണ് നൽകിയത്. 1061 കാലഘട്ടം ഇംഗ്ലണ്ടിലെ തിരുസഭയുടെ ഏറ്റവും സങ്കീർണമായ കാലഘട്ടമായിരുന്നു. ക്രിസ്തുവിശ്വാസം ഏറെ പ്രചരിപ്പിക്കപ്പെട്ടു എങ്കിലും കൂദാശ ജീവിതം ആളുകൾ നിർവഹിച്ചിരുന്നില്ല. ആഭ്യന്തര യുദ്ധവും പ്രകൃതിക്ഷോഭങ്ങളും വഴി ആ നാട് ഏറെ കലുഷിതമായിരുന്നു. മനുഷ്യർ ദിവ്യബലി ഉപേക്ഷിച്ച് മറ്റു തൊഴിലിനായി പ്രഭാതത്തിലെ യാത്രയാകുന്ന സാഹചര്യം, കുമ്പസാരം, പാപമോചനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ജനങ്ങൾ അസമാധാനത്തിൽ വിലപിക്കുന്ന അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിൽ അതീവ മരിയഭക്തിയായിരുന്ന റിച്ചർഡ് അമ്മയോട് വേദനയാർന്നു പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ ഭർത്താവ് മരിച്ചതിൽ ഏകാന്തത അനുഭവിച്ച റിച്ചർഡ് പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചിരുന്നു. അമ്മയുടെ ബഹുമാനാർത്ഥം തൻ്റെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച് തൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ റിച്ചർഡിനു മുൻപിൽ അമ്മ വലിയൊരു പ്രത്യക്ഷമേകി. തൻ്റെ ബഹുമാനാർത്ഥം നസ്രത്തിലെ തിരുക്കുടുംബം ജീവിച്ചിരുന്ന വീടിൻ്റെ ചെറിയൊരു മാതൃക നിർമ്മിച്ച് സൂക്ഷിക്കണമെന്ന് അമ്മ അറിയിച്ചു. നസ്രത്തിലെ ഭവനം ഞാൻ കണ്ടിട്ടില്ല എന്നു പറഞ്ഞ റിച്ചർഡയ്ക്ക് മുൻപിൽ അമ്മ ഈ ഭവനത്തിൻ്റെ രൂപം വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. തൻ്റെ മംഗളവാർത്തയുടെ സ്മരണ നിലനിർത്തുവാൻ ഈ രൂപത്തിലുള്ള ഒരു ഭവനം ചെറുതായി നിർമ്മിക്കണമെന്നും അസ്വസ്ഥരും ആലംബഹീനരും ഈ കൊച്ചു ഭവനത്തിൽ വരുന്നതുവഴി അനുഗ്രഹീതരാകുമെന്നും അമ്മ റിച്ചർഡിനോട് പറഞ്ഞു. വാൽസിംഗായിലെ ഈ കൊച്ചു വീട് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിലുള്ള എൻ്റെ അഗാധമായ സന്തോഷത്തിൻ്റെ അടയാളമായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. ഈ ഭവനം എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഓർമ്മയാണെന്നും യൗസേപ്പിതാവും ഈശോയും ഞാനും ആ വീട്ടിൽ കഴിഞ്ഞത് എത്ര ദിവ്യമായ ഓർമ്മയാണെന്നും അതുപോലെ ഞാൻ തിരുസഭയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അമ്മ അറിയിച്ചു. 23 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു കൊച്ചു ഭവനത്തിൻ്റെ രൂപമാണ് അമ്മ റിച്ചർഡിന് വെളിപ്പെടുത്തി നൽകിയത്. മരത്തിൻ്റെ അനേകം പാളികൾ ചേർത്തുവെച്ച് വളരെ സുന്ദരമായി അലങ്കരിച്ച ഒരു വീടായിരുന്നു അമ്മ കാണിച്ചത്. ഈ വലിയ ദർശനം നൽകിയതിനു ശേഷം അമ്മ മടങ്ങി. മനാറിലെ പ്രഭ്യയായ റിച്ചർഡ് പിന്നീട് പെട്ടെന്ന് തന്നെ ഇപ്രകാരം ഒരു കൊച്ചു ഭവനം നിർമ്മിക്കുകയും അവിടെ അമ്മയുടെ ഒരു തിരുരൂപം പ്രതിഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ വിവിധ ദേശങ്ങളിൽ നിന്നും അനേകം വിശ്വാസികൾ ഈ ചെറിയ ഭവനം കാണുവാൻ എത്തിച്ചേർന്നു. തടികൊണ്ട് നിർമ്മിച്ച ഈ ഭവനം വളരെ സുന്ദരമായ കാഴ്ചയായിരുന്നു. സ്ലിപ്പർ ചാപ്പൽ എന്ന പേരിലാണ് ഇത് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. അനേകം തീർത്ഥാടകർ ഇവിടേക്ക് പ്രവഹിച്ചു. ഹെൻറി രണ്ടാമൻ മുതൽ ഹെൻറി എട്ടാമൻ വരെയുള്ള രാജാക്കന്മാർ ഇവിടം സന്ദർശിച്ചു. ഹെൻറി എട്ടാമന്റെ ഭരണകാലത്ത് ഈ ചാപ്പൽ ആക്രമിക്കപ്പെട്ടു. 1887 ഇത് ദേവാലയമായി പുനർനിർമ്മിക്കപ്പെട്ടു. 1934 ഈ ദേവാലയം വലിയ സൗകര്യങ്ങളോടുകൂടി പുനർനിർമ്മിക്കപ്പെട്ടു. അനേകം രോഗികളും മറ്റും ഇവിടം സന്ദർശിക്കുകയും ഇവിടുത്തെ സക്രാരിയെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ സാന്നിധ്യത്തെ പ്രഘോഷിക്കുവാൻ ഇവിടെ ഒരു കൊച്ചുറവയും നിലനിൽക്കുന്നു. ഇന്ന് ലോകമെങ്ങും ആചരിക്കുന്ന
ദേവാലയങ്ങളിലെ സന്ധ്യാമണി അടിച്ചു തുടങ്ങിയത് ഈ സ്ലിപ്പർ ചാപ്പലിൽ നിന്നുമായിരുന്നു. ഹെൻറി നാലാമൻ രാജാവ് തൻ്റെ പ്രാർത്ഥനാ സമയത്തെ ക്രമീകരിക്കുവാൻ അമ്മയുടെ സാന്നിധ്യം അപേക്ഷിച്ചായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. ഇന്ന് ആംഗ്ലിക്കൻ സഭാംഗങ്ങളും കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റിലെ യാഥാസ്ഥിതികരും ഈ പുണ്യസ്ഥലത്ത് എത്തുകയും അനുഗ്രഹം നേടുകയും ചെയ്യുന്നു. അമ്മയുടെ ദർശനം ലഭിച്ച റിച്ചർഡിഡ് അതീവ മരിയഭക്തിയായി ജീവിക്കുകയും മാതൃഭക്തി പ്രചാരകയായി ശിഷ്ടകാലം ഈ ചാപ്പലിനോട് ചേർന്ന ഭവനത്തിൽ കഴിയുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ വാൽസിംഗാം അങ്ങനെ യൂറോപ്പിലെ തന്നെ വലിയൊരു മരിയൻ പ്രത്യക്ഷ സ്ഥലമായി മാറ്റപ്പെട്ടു. അനേകം വിശ്വാസികൾ മരിയഭക്തിയിൽ ആകൃഷ്ടരാവുകയും ദിവ്യകാരുണ്യത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. ദേവാലയങ്ങൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. ദിവ്യകാരുണ്യഭക്തി എങ്ങും നിറഞ്ഞു വന്നു. ആളുകൾ മരിയഭക്തി പ്രചാരകരായി അനേകം സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു. ഇംഗ്ലണ്ടിൽ വലിയ ഒരു മാനസാന്തര സന്ദേശം മുഴക്കി ഈ മാതൃസന്നിധി ഇന്നും നിലനിൽക്കുന്നു. ഓരോ മരിയൻ ഇടപെടലുകളും അനേകം സ്വർഗീയ പദ്ധതികളുടെ പ്രഘോഷണമാകുന്നു. തിരുക്കുടുംബത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്ന ഒരു വലിയ പ്രത്യക്ഷമായിരുന്നു വാൽസിംഗാമിൽ ഉണ്ടായത്. കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും വിശുദ്ധിയും അമ്മ ഇവിടെ പ്രഘോഷിച്ചു. തന്റെ പുത്രൻ ഈശോ മിശിഹായെ വളർത്തിയ ഓർമ്മകൾ അമ്മ വളരെ സുന്ദരമായി ഇവിടെ വരച്ചു ചേർത്തു. എന്നും തന്റെ ദിവ്യകുമാരൻ വസിക്കുന്ന സക്രാരി ഉൾക്കൊള്ളുന്ന ദേവാലയങ്ങളെ അമ്മ ഈ ഓർമ്മയാൽ പരിപാലിക്കുന്നു. ദിവ്യകാരുണ്യത്തെ പരിപാലിക്കുന്ന സ്വർഗത്തിന്റെ കന്യകയായി അമ്മ കൂദാശകളെ സംരക്ഷിക്കുന്നു. കൂദാശകളിൽ നിന്നും ആളുകളെ അകറ്റുക എന്ന തിന്മയുടെ തന്ത്രത്തെ അമ്മ ശക്തമായി നേരിടുന്നു. തിരുസഭയുടെ അനന്യവും മഹത്വരവുമാകുന്ന കൂദാശകളെ സ്വീകരിക്കുവാൻ മക്കളെ അമ്മ ഏറ്റം നിർമ്മലരായി ഒരുക്കുന്നു. ജപമാല എന്ന കൃപാസാഗരത്തിലൂടെ അമ്മ ഇത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ഫാത്തിമയിലെ ഇടയ കുട്ടികളോട് അമ്മ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രാധാന്യത്തോടെ നാം കേൾക്കുക. മക്കളെ, വേനലിൽ ഇലകൾ കൊഴിയുന്നതുപോലെ ആത്മാക്കളിതാ നിത്യനാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. കണ്ണുനീരോടെ നിങ്ങൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിരന്തരം ജപമാലകൾ ചൊല്ലുവിൻ. നമ്മുടെ പ്രാർത്ഥനകൾ വഴി ദൈവം അവരോട് കരുണ കാണിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഈ കാലഘട്ടം വളരെ സങ്കീർണമാകുന്നു. നന്മയുടെ രൂപത്തിൽ തിന്മ പെരുകുന്നു. പാപത്തിൽ കഴിയുന്നവർ പശ്ചാത്തപിക്കുവാൻ മനസ്സുവെക്കുന്നില്ല. പാപബോധം ഇല്ലാതാക്കി മനുഷ്യരെ പിശാച് കബളിപ്പിക്കുന്നു. ജീവിത വിശുദ്ധി എന്നത് ഏറെ പ്രയാസമെന്ന് പ്രചരിപ്പിക്കുന്നു. ആധുനിക ലോകത്ത് എല്ലാത്തിനോടും മത്സരിക്കുവാൻ അവൻ പ്രലോഭിപ്പിക്കുന്നു. എളിമയും വിനയവും അവൻ ഹൃദയങ്ങളിൽ നിന്നും
എടുത്തുകളയുന്നു. അവിടെ അഹങ്കാരം കുത്തിനിറയ്ക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ വലിയ മാരക പാപങ്ങളിലേക്ക് തള്ളിയിടുന്നു. കൂദാശകളിൽ നിന്നും ആളുകളെ അകറ്റുവാനായി അവൻ തിരുസഭയെ അധിക്ഷേപിച്ച് സംസാരിക്കുവാൻ ആളുകളെ പ്രലോഭിപ്പിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ വൈദികരെയും സമർപ്പിതരെയും തിരുസഭയെ തന്നെയും അവൻ അവഹേളിക്കുന്നു. ഇതുമൂലം യുവാക്കളെ സഭാസ്നേഹത്തിൽ നിന്നും പിന്നോട്ടു വലിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ നിർമ്മലമായി കാത്തുപരിപാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. ഒരു വ്യക്തി പോലും നിത്യനാശത്തിൽ വീഴാതെ നിതാന്ത ജാഗ്രതയോടെ അമ്മ തിരുസഭയിൽ വ്യാപരിക്കുന്നു. മരിയഭക്തി പ്രചാരകരായും ജപമാല ഭക്തിയിൽ നിലകൊണ്ടും നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് നമ്മെ ചേർത്തുവയ്ക്കാം. നമ്മെ ദിവ്യകാരുണ്യത്തോട് ചേർക്കുന്ന ആ സ്വർഗീയ കന്യക അങ്ങനെ ഏറ്റം വണങ്ങപ്പെടട്ടെ.
നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിത വീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസ